ഒരു ബോക്സ് ഫുള്ള് ഡയറി മിൽക്ക് വാങ്ങിച്ചാൽ എന്താണെന്നറിയോ, അനിയത്തിൻ്റെ ബർത്ത്ഡേ ഉണ്ടോ, അപ്പോൾ അവൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാർഡ് പ്രിപ്പയർ ചെയ്തതായിരുന്നു. അവളുടെ എല്ലാ ബർത്ത്ഡേ ഞാൻ സ്പെഷ്യൽ ആക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേന്റെ വീഡിയോ ഉണ്ടോ അത് ഷെയർ ചെയ്യുന്നത്. ഇസാപ്പിന്റെ ബർത്ത്ഡേ ഉണ്ടോ, അപ്പൊ ഞങ്ങൾ അവർക്ക് സർപ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഇത് എന്റെ ബ്രദറിന്റെ ഷോപ്പാണ്, മക്രമ്പിള്ള ബിയോക്ക്. ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്നത് അവൾക്ക് സർപ്രൈസ് ആയിട്ടൊരു ബർത്ത്ഡേ ഡെക്കറാണ്. അപ്പോൾ വീട്ടിൽ ചെയ്ത് തന്നെ അവൾ എന്തായാലും കാണും. അതുകൊണ്ട് തന്നെ ബ്രദറിൻ്റെ ഷോപ്പിലാണ് ചെയ്യുന്നത്. ഡെക്കറേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ അവളറിയാതെ അവൾക്ക് വിളിച്ചു വരുത്തി കേട്ടോ. യാറ വന്നിട്ട് ഇത് കണ്ടപ്പോൾ അവളും സർപ്രൈസ് ആയിട്ടോ, അവൾക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്ന് എസൻ്റെ ഒരു ഫ്രോക്ക് കൂടി ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഡെക്കറേഷനിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ഫ്രോക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഷോപ്പിൽ മറിഞ്ഞ് നിന്നിട്ട് ലൈറ്റൊക്കെ ഓഫ് ആക്കി നിന്നിട്ടോ. ഷോപ്പ് ഓൾറെഡി ക്ലോസ്ഡ് ആണ് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ വന്ന് കണ്ടപ്പോൾ അവളുടെ റിയാക്ഷൻ ഇതായിരുന്നു. അവൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടോ, കാരണം അവൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. വീട്ടിലാകുമ്പോൾ അവൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്ന എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പ്രാവശ്യം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അവളെ വേറെ എന്തൊക്കെയോ കാരണം പറഞ്ഞിട്ടാണ് കേട്ടോ ഷോപ്പൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അവൾ ശരിക്കും സർപ്രൈസ്ഡ് ആയി. സർപ്രൈസുകൾ കൊടുത്ത് ഇമലിനും സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എസാപ്പി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. അതിന് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ പോലെ തന്നെ ആയി ബർത്ത്ഡേ. ഇപ്രാവശ്യം അവളുടെ ബർത്ത്ഡേ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ഫാമിലി ആയിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ഉണ്ടായിരുന്നു. പപ്പയും ജീജൊക്കെ നാട്ടിലുണ്ടായിരുന്നു. അതേപോലെ ആവിക്കൊക്കെ ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേൻ്റെ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണ്, ഗിഫ്റ്റ് കൊടുക്കൽ. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചപ്പോൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം യാറയുള്ളതുകൊണ്ട് 2 പേർക്കും ഒരുപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു മണി ബാങ്കാണ്. ഇത് ഞാൻ മീഷോന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു മണി ബാഗാണ് കേട്ടോ. 10,000 വരെ ഇതിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ഗിഫ്റ്റ് ആണ് കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ ഞാൻ നെക്സ്റ്റ് സർപ്രൈസ് കൊടുത്തു അവൾക്കുള്ള കാർഡിനേക്കാൾ അവൾക്ക് സർപ്രൈസ് ആയത് ഡയറി മിൽക്ക് ആണ് കേട്ടോ. കാരണം കാർഡ് ഞാൻ ഉണ്ടാക്കുന്ന അവൾക്ക് ഓൾറെഡി അറിയായിരുന്നു. പക്ഷേ ഡയറി മിൽക്ക് വെക്കുന്ന അവൾ പ്രതീക്ഷയില്ല. കാരണം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് കോപ്പിക്കൊന്നും വെക്കാതെ ഡയറി മിൽക്കൊക്കെ വെച്ചിവിടെ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ അതും അവൾക്ക് നല്ല സർപ്രൈസ് ആയി. നെക്സ്റ്റ് അമ്മൂൻ്റെ ഗിഫ്റ്റ് കൊടുത്തിട്ടോ ഡയറി മിൽക്ക്, കാരണം അവൾക്ക് ഡയറി മിൽക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേയും വെസൊക്കെ നല്ല മെമ്മറബിൾ ആയിട്ടോ. അപ്പോൾ ഇതുപോലത്തെ ബർത്ത്ഡേ കാർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. 30 കാർഡ്സിന് ജസ്റ്റ് 180 റേഞ്ചിലാണ് കേട്ടോ ഞാൻ അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.